ഹായ്, ഞാൻ ഡ്രിൽജോ. കർത്താവിന് പ്രിയപ്പെട്ട ജനമേ, ഞാനിന്ന് വളരെ ആനന്ദകരമായ ഒരു മണിക്കൂറുകളിലാണ്. ഇന്ന് ശാലോമിൽ വെച്ച് സാബു ബ്രദറിലൂടെ ആരാധന മധ്യേ കർത്താവായ ദൈവം ദിവ്യകാരുണ്യനാഥൻ എൻ്റെ വലത് കരത്തിന് സൗഖ്യം നൽകി. പ്രത്യേകിച്ച് എൻ്റെ ഈ തന്തവിരലിന് പ്രത്യേകമായ സൗഖ്യം നൽകി. എനിക്ക് നിത്യേന പല്ല് തേക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, സാധാരണ ബ്രഷ് കൊണ്ട് പല്ല് തേക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭാര്യ ബ്ലസ്സി മേടിച്ചു തന്ന ഈ മെഷീൻ എനിക്ക് വലത് കരം കൊണ്ട് ഇങ്ങനെ ഓൺ ചെയ്യുവാനും പല്ല് തേക്കുവാനും എൻ്റെ വലത് കരം കൊണ്ട് സാധിക്കില്ലാത്തത് കൊണ്ട് ഇടത് കൈ കൊണ്ടാണ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കത്രിക ഇതേപോലെ ചെയ്യുവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു, വർഷങ്ങളായിട്ട് സാധിക്കില്ലായിരുന്നു. ഇനി അങ്ങനെ ചെയ്യാൻ ഞാൻ തുനിഞ്ഞാൽ വളരെ സൂചി കുത്തുന്ന ഒരു വേദന അനുഭവപ്പെടുകയും എൻ്റെ കൈ ബലമില്ലാതാവുകയും വേദന എടുക്കുകയും ചെയ്യുമായിരുന്നു. നിത്യേന പല്ല് തേക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ളതുപോലെ നിത്യേന അനുഭവപ്പെടുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ ജീൻസ് വലത് കൈ കൊണ്ട് ഈ ഹാങ്കറിൻ്റെ ഹുക്കിലിടുവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഞാൻ ഇടത് കൈ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. വലത് കൈ ചെയ്യുന്ന എല്ലാ ജോലിയും ഇടത് കൈ ഇപ്പോൾ എക്സ്പേർട്ടാണ് ഇന്നലെ വരെ. പക്ഷെ ഇന്ന് എനിക്ക് വലത് കൈ കൊണ്ട് ഹാങ്കറിൻ്റെ ഹുക്ക് ഓപ്പൺ ചെയ്യാനും, ഇതാ എൻ്റെ ജീൻസ് ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്നു, എനിക്ക് ഇടുവാനും ഇടത് കൈ ഇതാ വലത് കൈ കൊണ്ട് എനിക്ക് സാധിക്കുന്നു. ഇത് സാധിച്ചത് കർത്താവ് സൗഖ്യം തന്നത് മൂലമാണ്. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് കർത്താവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശാലോമിലെ ജിൽട്ടു അച്ഛൻ്റെ ടോക്കിലൂടെയും കുർബാന മധ്യത്തിലൂടെയും ആരാധനയിലൂടെയും കർത്താവ് എന്നെ ജിൻഡോ അച്ഛനിലൂടെ ആഴമായ വിശ്വാസത്തിലേക്കും ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് നയിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം വന്നു, ഞാൻ ബൈബിളെടുത്ത് വായിച്ചു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യവും 34-ാം വാക്യവും എന്നെ വല്ലാണ്ട് സ്പർശിച്ചു. എന്നെ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ആ വചനത്തിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു വചനമായിരുന്നില്ല അത് എനിക്ക്. സക്രിയാക്കും എലീശ പുണ്യവതിക്കും ഉണ്ടായ യോഹന്നാൻ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത സക്രിയാക്കി ദൂതൻ പറഞ്ഞപ്പോൾ സക്രിയാക്കി ആദ്യമായി ഉണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു: ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ഒരു വൃദ്ധനും ഭാര്യ പ്രായം തികഞ്ഞവളും ആണല്ലോ എന്നാണ് സക്രിയായുടെ ചോദ്യം. മാനുഷികമായ ഒരു ചിന്ത. എനിക്ക് വയസ്സായി, എൻ്റെ ഭാര്യയ്ക്കും വയസ്സായി. എന്നാൽ 34-ാം വാക്യം മാതാവ് പറയുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കും? ആ ചോദ്യത്തിൽ തന്നെ മറ്റൊരു രീതിയിലൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാതാവ് അവിടെ പറയുകയാണ്. അപ്പോൾ തന്നെ ദൂതൻ പറഞ്ഞു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഞാൻ സക്രിയായോട് ചോദിച്ചു 18-ാം ചോദ്യം ഞാൻ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുകയായിരുന്നു. എവിടെയാണ് സക്രിയാക്കി? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന സക്രിയ, നീതിമാനായ സക്രിയ, നന്മ ചെയ്തിരുന്ന സക്രിയ, എങ്ങനെയാണ് അങ്ങനെ ഒരു അവിശ്വാസം വന്നു കയറാൻ സാധ്യത? അത് എവിടെയാണത് ആ ഒരു അവിശ്വാസത വന്നു കയറിയത്? ഞാനിങ്ങനെ സക്രിയയെ വിമർശിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, ആ ഒരു ചിന്തയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങാം. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഒരുമിച്ച് അരോയസറ്റിൽ പോവുകയും മീൻ പിടിക്കാനാണ് പോയത്. അന്ന് ഒരു മീൻ എന്നെ പഠിപ്പിച്ചു. സക്രിയാക്കി ഉണ്ടായതുപോലെയുള്ള എങ്ങനെയാ നീ സക്രിയയോട് ചോദ്യം ചെയ്യണ്ട, എന്നോട് തന്നെ ചോദ്യം ചെയ്യാൻ ആ മീൻ ഒരു കാരണമായി. അതിങ്ങനെയായിരുന്നു. ഞാൻ വലയെറിഞ്ഞു. എനിക്ക് വലത് കൈക്ക് വലയെറിയാൻ ബുദ്ധിമുട്ട്. ഇടത് കൈ പിടിക്കുന്നു, ഇടത് കൊണ്ട് വലയെറിയുന്നു. വലത് കൈയിൽ ഒരു ചരട് സപ്പോർട്ടിന് വേണ്ടി പിടിച്ചു വെച്ച് ഞാൻ തീരത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു മൺതിട്ടയുടെ 1.5 അടി പൊക്കമുള്ള മൺതിട്ടയുടെ മുകളിലെത്തി. ഞാൻ അവിടെ വലയെറിയാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതാ അകലെ നിന്നൊരു വലിയ മീൻ, റിയലി വലിയ മീൻ, അതിൻ്റെ വാലും അതിൻ്റെ പുറകുവശത്തെ ചിറകും വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ അകലെ നിന്ന് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരാം. ഞാൻ ചിന്തിച്ചു,
ഞാൻ പെട്ടെന്ന് തോന്നി അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് മീനിൻ്റെ ഇപ്പുറത്തേക്കൂടി ഓടി മീനിൻ്റെ അടുത്തേക്ക് ഓടി വലയിടാൻ തോന്നി. ഞാൻ 2 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ പറഞ്ഞു, വേണ്ട, എനിക്കുള്ള മീനാണെങ്കിൽ അത് എൻ്റെ അടുത്ത് വരും. ഞാൻ അവിടെ ശ്വാസം അടക്കി പിടിച്ചു. എനിക്ക് പൾസ് റേറ്റ് അല്പം കുറവാണ്, പക്ഷെ അപ്പോൾ എൻ്റെ പൾസ് റേറ്റ് വർദ്ധിച്ചു. ഞാനിങ്ങനെ ശ്വാസം അടക്കി വലയിടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം. അതാ മീൻ വരുന്നു. അടുത്ത് എത്താറായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അത് ബ്ലാക്ക് ഡ്രമാണ്, വലിയ ബ്ലാക്ക് ഡ്രം. അതിൻ്റെ മുള്ളിൽ ഇങ്ങനെ നിൽക്കുക, അത് ഇരയെ തേടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ എതിർത്ത് നിൽക്കുകയാണ്. അതിങ്ങനെ വരുന്നു, എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ വല വീശുന്നു, എൻ്റെ വലയിൽ മീൻ കുടുങ്ങി. വല പൊക്കുന്നതിന് മുന്നേ എന്നിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നു. ഒന്ന്, എൻ്റെ കൈകൊണ്ട് ഈ വല പൊക്കാൻ സാധിക്കുമോ? വല കീറുമോ? കാരണം അതിക്ക് മുന്നേ പോയിട്ടുണ്ട് വലയിടാൻ. അന്ന് ഇതുപോലൊരു മീൻ വന്ന് കയറിയിട്ട് ക്വാളിറ്റി ഇല്ലാത്ത വല ആയതുകൊണ്ട്, മീനിൻ്റെ മുള്ളും വലിയ മീനായതുകൊണ്ട് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ചോദ്യം. അത് വല മുറിഞ്ഞ് മീൻ ചാടിപ്പോകുമോ? 3, എൻ്റെ വല ചെറുതാണ്. ഞാൻ ചിന്തിച്ചു, എങ്കിലും വല ഒന്ന് കുടഞ്ഞു. ഞാൻ വല ആ ചിന്തയിലൊന്ന് പൊക്കി. വെള്ളത്തിൽ നിന്ന് മീൻ പൊന്തി, ദേ കിടക്കണം, മീൻ പോയി. ഞാൻ വിചാരിച്ചു, ഓ, എൻ്റെ വല കീറി. ഞാൻ വല പൊക്കി നോക്കി, എൻ്റെ വല കീറിയിട്ടില്ല. വലയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വലയിൽ നല്ലപോലെ കുടുങ്ങിയ മീൻ എങ്ങനെ പോയി? സാധാരണ ഇത് കുടുങ്ങിപ്പോയ അപ്പം തന്നെ, ഇത് വിട്ടുപോയ അപ്പം തന്നെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒന്നില്ലെങ്കിൽ ചാടി മീനിൻ്റെ മേത്തോട്ട് വെള്ളത്തിൽ ചാടി ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ കരയും. പക്ഷെ ഞാൻ അവിടെ വല നിലത്തിട്ടുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ചിന്ത വരാണ്, ആ മീന് എന്തോ ഒരു മെസ്സേജ് കൊണ്ടാണ് വന്നത്. കർത്താവിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ചോദിച്ചു, കർത്താവ് എന്താണ്? കാരണം പോയ മാസങ്ങളിലൊക്കെ സിസ്റ്റേഴ്സുമാരുടെ ധ്യാനത്തിനും പ്രാർത്ഥനകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ എന്നെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിനോട് എങ്ങനെ സംസാരിക്കണം, പരിശുദ്ധാത്മാവിനോട് എങ്ങനെ ആരായണം, ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ മനസ്സിലാക്കണം, എപ്പോഴും ചോദിക്കണം, തിടുക്കത്തിൽ പരിശുദ്ധാത്മാവോട് ചോദിക്കുക. അതെന്നെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിമിഷം അപ്പം തന്നെ വന്ന ചിന്ത ഇതായിരുന്നു, കർത്താവിന് എന്തൊരു മെസ്സേജ് എനിക്കുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ അവിടെ ശാന്തമായിട്ട് നിന്നിട്ട് ഇത് ചോദിക്കുകയാണ്. ഞാൻ തിരിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വലയിട്ട് തിരിച്ചു കൊണ്ട് പറഞ്ഞു, ബ്ലസ്സിനോട്, വൈഫിനോടും അമ്മയോടൊക്കെ പറഞ്ഞു, വലിയൊരു മീൻ നഷ്ടപ്പെട്ടു. വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഹൃദയം തകർത്തു ആ മീൻ. അപ്പം അമ്മ പറഞ്ഞു, ആ മീൻ പോയത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ, മീൻ പോയതിലല്ല, മീൻ നഷ്ടമായതിലല്ല എനിക്ക് സങ്കടം, എൻ്റെ ഹൃദയം തകർത്തു ആ മീൻ. കാരണം എന്തോ ഒരു മെസ്സേജ് എനിക്ക് തന്നു കർത്താവ്. ഞാൻ വീട്ടിൽ വന്നിട്ടും അവിടുന്ന് വരുമ്പോഴും ആ മെസ്സേജ് എന്താണെന്നുള്ള ആഗ്രഹത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി ആലോചിച്ചു. മീൻ നഷ്ടപ്പെട്ട് പോയ ആ ചിന്ത എന്നെ കരയിപ്പിച്ചു. മീൻ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചല്ല, എന്താണ് മെസ്സേജ്? കർത്താവെ പറയൂ. രാത്രി ഞാൻ കരഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മെസ്സേജ് തന്നു. സക്കറിയാക്കി ഉണ്ടായിരുന്ന ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുണ്ടായ അവിശ്വാസക്കുറവ് നിന്നിലും ഉണ്ടായി. എന്നെ ആ മീൻ പഠിപ്പിച്ച പാഠം ഇതായിരുന്നു. ഞാൻ ഒത്തിരി ധ്യാനങ്ങൾക്ക് പാടാൻ പോയിട്ടുണ്ട്. അന്ന് വിശ്വാസം, പ്രാർത്ഥനകളെല്ലാം ഉണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ്. പക്ഷെ ആ മീൻ പഠിപ്പിച്ചു, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിനക്ക് വിശ്വാസക്കുറവുണ്ട്. അത് ശരിയായിരുന്നു. പിന്നെ ഉള്ള തിങ്കളാഴ്ചയിലത്തെ രാത്രിയൊക്കെ അനുതാപത്തിൻ്റെ രാത്രിയായിരുന്നു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കർത്താവെ അങ്ങേ വിശ്വസിക്കാതെ എത്രയോ ദിവസങ്ങളാണ് ഞാൻ തള്ളി നീക്കിയത്. ഇപ്പോൾ ശുശ്രൂഷകരും മറ്റു പലരും എന്നോട് പലതും ചെയ്യാൻ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ചിന്ത, ഒരു വാക്ക് മാറ്റുമോ? എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? അതിന് ഞാൻ അർഹനാണോ? കർത്താവ് അതിന് വിളിച്ചിട്ടുണ്ടോ? കർത്താവിന് ഇഷ്ടമാണോ? എനിക്കതിനുള്ള കഴിവുണ്ടോ? അതിനുള്ള ടാലൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവൻ്റെ ചോദ്യം അനുസരിച്ച് എന്നിൽ സംശയം ഉണ്ടാവും. ആ ഫ്രാക്ഷൻ എന്നിട്ട് പക്ഷെ ഞാൻ എസ് പറഞ്ഞാലും അത് ആത്മാർത്ഥമായിട്ടുള്ള എസ്സോ അത് ഉത്തരവൊന്നും ആയിരുന്നില്ല. അവിശ്വാസക്കുറവ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കർത്താവ് ആ അവിശ്വാസക്കുറവ് കണ്ടെത്തി. ഞാൻ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പോയപ്പോൾ, സെൻറ്റ് ജോസഫ് പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് കർത്താവോട് പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് കടന്നു വരണമേ. എൻ്റെ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവിശ്വാസക്കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ. ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ചു.
ആ വിശ്വാസക്കുറവ് മൂലം ഉണ്ടായിരുന്ന നന്മകൾ ഒഴിഞ്ഞു പോയില്ലേ, അതിൻ്റെ മുറിവുകളെക്കുറിച്ചും ആ നന്മകൾ ചെയ്യാതിരുന്ന പാപകരമായ ദിനങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ച് ആ ഒരുക്കം ഇന്ന് രാവിലെ അഡോറേഷന് എന്നെ സിബിച്ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന് പ്രവർത്തിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഞാൻ സ്തുതിപ്പിൻ്റെ വരം എനിക്ക് തന്നിട്ടുണ്ട്, അതിനോട് സ്തുതിക്കുമായിരുന്നു. എങ്കിലും കർത്താവ് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ, കർത്താവിന് മനസ്സുണ്ടായിട്ടും കർത്താവിനെ സൗഖ്യപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് കർത്താവിൻ്റെ സൗഖ്യം ഏറ്റുവാങ്ങുവാനുള്ള ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ അവിശ്വാസക്കുറവും മനസ്സില്ലായ്മയും ഉണ്ടായിരുന്നു. ആ മനസ്സില്ലായ്മയും ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലെ അവിശ്വാസക്കുറവും നഷ്ടപ്പെട്ടു പോയ ആ മീനാണെന്ന് പറയാൻ സാധിക്കില്ല, അതൊരു ഏഞ്ചലായിരുന്നു. ആ ഏഞ്ചൽ കാണിച്ചു തന്നു ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അതിനെക്കുറിച്ച് അനുദപിക്കാനും പ്രാർത്ഥിക്കുവാനും ആ അവിശ്വാസക്കുറവിലേക്കൊക്കെ വിശ്വാസം നിറയ്ക്കുവാനും ഒക്കെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എളുപ്പമായിരുന്നു അഡോറേഷൻ്റെ സമയത്ത് കർത്താവിന് പ്രവർത്തിക്കാൻ. കർത്താവ് അത്ഭുതകരമാവണ്ണം എൻ്റെ വലത് കൈക്ക് സൗഖ്യം തന്നു. എൻ്റെ ഈ തന്തുവിരലിന് ബലം നൽകി. എനിക്ക് വളരെ സുഖകരമായി വണ്ടി ഓടിക്കാൻ സാധിച്ചു. അപ്രതീക്ഷിതമായിട്ട് ഇന്ന് ഞങ്ങളുടെ വണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വന്നു. രാവിലെ വണ്ടി ഓടിച്ചപ്പോൾ ഇന്ന് പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്ന് വണ്ടി രജിസ്ട്രേഷൻ കൊണ്ടുപോകുന്നത് വലതുവശത്തേക്കുള്ള ടേൺസ് എടുക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഷാലോമിൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് 11:30 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ ബ്ലസ്സി ഒരുമിച്ച് പോയി. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വണ്ടി ഓടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് വലതുവശത്തേക്കുള്ള ടേൺ എടുക്കുന്ന സമയത്ത് ഞാൻ സാധാരണ കരുതുന്ന പോലെ ഞാൻ കരുതിയപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കി വളരെ എളുപ്പത്തിൽ ബലം വരുന്ന എൻ്റെ വലത് കൈയിലോട്ട് ഇതാ വളയ്ക്കുന്നു. സംശയമുണ്ടായി. ഞാൻ വീണ്ടും മുന്നോട്ട് പോയി പല വലത് ടേണുകളൊക്കെ എടുത്തു നോക്കി. വളരെ എളുപ്പത്തിൽ എനിക്ക് വളയ്ക്കാൻ പറ്റി. പിന്നെ ഞാൻ അമാന്തിച്ചില്ല. ഞാൻ നേരെ ഷാലോമിലോട്ട് വീണ്ടും ഓടിച്ചു പോയി. വളരെ വേഗത്തിൽ ഓടിച്ചു പോയി. ഞാൻ ചാപ്പലിൽ പോയി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ ഒരു ഫിസിയോതെറാപ്പി പഠിച്ച ജേക്കബ് ഉണ്ടായിരുന്നു. അവൻ നോക്കി. അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ആദ്യം ചെയ്തത് എനിക്ക് നിത്യേന ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ അതിൽ ഫസ്റ്റ് ഈ സിസേഴ്സ് എടുത്ത് ഞാനിങ്ങനെ ഒറ്റ കൈ കൊണ്ട് മാത്രം നോക്കി വലത് കൈയുണ്ട് ഇതാ സാധിക്കുന്നു. ഈ മെഷീൻ ഓണാക്കാൻ പറ്റുമോ? പറ്റും. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അതാണ്. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ ഫ്രാക്ഷൻ ഓഫ് അവിശ്വാസക്കുറവിലേക്ക് വിശ്വാസം വന്ന് കയറി കഴിഞ്ഞപ്പോൾ വിശ്വാസം കൊണ്ടും നിറയ്ക്കാനായിട്ട് ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നിൽ പ്രവർത്തിച്ചു. കർത്താവ് എനിക്ക് സൗഖ്യം നൽകി. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ബന്ധുമിത്രാദികളെ, ദൈവത്തിൻ്റെ പ്രിയ ജനമേ, കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് തരപ്പെടും. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. മുട്ടുവിൻ, നിങ്ങൾ കണ്ടെത്തും. ഉന്നതനായ കർത്താവിൻ്റെ മഹത്വം ഇവിടെ തന്നെയുണ്ട്. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആമേൻ.